വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ 5th മൊഡ്യൂളിലെ ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പം ഇനിയും വേഗം തന്നെ ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ വേഗം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി ഇതുപോലത്തെ പോർഷൻസ് എന്തൊക്കെ പോർഷൻസ് വേണം എനിക്ക് കമൻറ്റ് സെക്ഷൻ ഇടുവാണെങ്കിൽ ഞാൻ എന്നെക്കൊണ്ട് മാക്സിമം ആ പോർഷൻസ് ഇതുപോലെ തന്നെ വീഡിയോസ് എടുത്തിടാം. അപ്പം നമുക്ക് തുടങ്ങിയാലോ. വളരെ ഈസി ആയിട്ട് ഞാൻ ഈ ഒരു ടോപ്പിക്ക് പഠിപ്പിച്ചു തരാം. ആദ്യമൊക്കെ നമുക്ക് കുറച്ച് ടഫായിട്ട് പക്ഷേ വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ തോന്നുന്നത്? ഓക്കെ, ഒരു ഒന്നാമത്തെ പോയിന്റ് ആണ് ഇറ്റ്സ് എ പീരിയോഡിക് മോഷൻ. പീരിയോഡിക് മോഷൻ ആണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ. എനി മോഷൻ വിച്ച് പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു മോഷൻ വിച്ച് റിപ്പീറ്റ്സ് ആഫ്റ്റർ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. ഒരു മോഷൻ ഉണ്ട്, ആ ഒരു നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ പേര് കേട്ടാൽ തന്നെ അറിയാം. ഓക്കെ, അതൊരു എന്തോ സംതിങ് റിലേറ്റഡ് ഒരു ബോഡിയിൽ എന്തോ ഒരു ചലനം നടക്കുന്നു. അതിനെയാണ് അതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. എന്തെങ്കിലും ഒരു സിമ്പിൾ ഹാർമോണിക് ആയിട്ട് എന്തോ ഒരു മോഷൻ ഒരു ബോഡിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ അത് എങ്ങനത്തെ മോഷൻ ആയിരിക്കുന്നതാണ്? പീരിയോഡിക് മോഷൻ. ഒന്നാമത്തെ പോയിന്റ് ആണ് പീരിയോഡിക് മോഷൻ. എ മോഷൻ വിച്ച് റിപ്പീറ്റ്സ് ആഫ്റ്റർ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. അതായത് ഈക്വൽ ഓരോ ആ ഒരു കറക്റ്റ് ടൈമിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോഷൻ, അതാണ് പീരിയോഡിക് മോഷൻ. അപ്പൊ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു പീരിയോഡിക് മോഷൻ ആണ്. A body is said to have periodic motion. A body is said to have SHM if it moves in a straight line. ഇനി ഒരു ബോഡി SHത്തിലാണെന്ന് പറയാം, സിമ്പിൾ ഹാർമോണിക് മോഷത്തിലാണെന്ന് പറയണമെങ്കിൽ if it moves in a straight line such that അത് സ്ട്രേറ്റ് ലൈനിൽ കൂടെ ആയിരിക്കണം മൂവ് ചെയ്യുന്നത്, such that its acceleration is always proportional to its distance. അതിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സഡ് പോയിന്റ്. വെറുതെ ഒരു ഡിസ്റ്റൻസ് ആണോ? അല്ല, ഒരു ഫിക്സഡ് പോയിന്റ്. നമ്മൾ ഒരു ഫിക്സഡ് പോയിന്റ് എടുക്കുകയാണ്. ആ ഫിക്സഡ് പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ആ ഫിക്സഡ് പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസുമായിട്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കണം. ഇറ്റ്സ് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു. അപ്പം ഈ ബോഡിയുടെ ഒരു ബോഡി SHത്തിനാവണമെങ്കിൽ അതൊരു സ്ട്രേറ്റ് ലൈനിൽ കൂടെ പോകണം, സച്ച് ദാറ്റ് ഇറ്റ്സ് ആക്സിലറേഷൻ ഇസ് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഡിസ്റ്റൻസ്. അതിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് അത് ഫിക്സഡ് പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസുമായിട്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദാറ്റ് ഫിക്സഡ് പോയിന്റ്. പിന്നെ എന്താ, വേറൊരു കണ്ടീഷൻ കൊണ്ടുണ്ട്. ആ ബോഡി എന്ന് പറയുന്നത് നമ്മുടെ ബോഡി എന്ത് ചെയ്യണം? ഫിക്സഡ് പോയിന്റിലേക്കായിരിക്കണം ഡയറക്റ്റ് ചെയ്യുക. ഫിക്സഡ് പോയിന്റിലോട്ട് പോവുമായിരിക്കും ചെയ്യുന്നത്. ഇപ്പൊ എന്താ, എ ബോഡി ഇസ് സെഡ് ടു ഹാവ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒരു ബോഡി സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവണമെങ്കിൽ ഇറ്റ് മൂവ്സ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ. ഒരു സ്ട്രേറ്റ് ലൈനിൽ കൂടെ വേണം പോവാൻ, സച്ച് ദാറ്റ് its acceleration is always proportional. അതിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ആയിരിക്കും ടു ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സഡ് പോയിന്റ്. ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസുമായിട്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കണം. എന്നിട്ട് എന്താ, ആ ഫിക്സഡ് പോയിന്റിലേക്ക് ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യണം. ഇനി കൺസിഡർ എ ബോഡി. ഒരു ബോഡി കൺസിഡർ ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വളരെ കോൺസെപ്റ്റ് ചുമ്മാ ഈ സിമ്പിളായിട്ട് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന ബോഡിയാണ് ഒരു പൂച്ചക്കുട്ടി. അപ്പം ഇത് എന്താ, ഈ ഒരു ബോഡി മൂവ്സ് അലോങ് ദ. അപ്പം എക്സാമിന് നിങ്ങൾ ഇതൊക്കെ എഴുതുമ്പോഴത്തേക്ക് ഇവിടെ P-എന്നോ A-എന്നോ B-എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു ബോഡി കൺസിഡർ എ ബോഡി P അങ്ങനെയാണെങ്കിലും മതി. ഞാൻ ജസ്റ്റ് ഇതൊന്നും ഓർത്തിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം നിങ്ങൾക്കത് ഇഷ്ടമുള്ള ഒരു ബോഡി നമ്മൾ കൺസിഡർ ചെയ്യണം. മൂവ്സ് അറൌണ്ട് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ. ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ്. അപ്പൊ ഈ സർക്കംഫറൻസ് എന്താണെന്ന് അറിയാമല്ലോ, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ മേലെങ്കിൽ ഞാൻ ഓർത്തിരിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. നമ്മൾ ഒരു പേന എടുത്ത് ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആ സർക്കിളിൽ നമ്മുടെ പേനയുടെ ഇങ്ക് പോകുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതാണ് സർക്കംഫറൻസ്. ഓർക്കുക, ഒരു പേന എടുത്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ക് യൂസ് ചെയ്ത് ആ ഒരു ഇങ്ക് പോയില്ലേ, ആ ഒരു പാത്ത്, അതാണ് സർക്കംഫറൻസ്. അതായത് ചുറ്റുവട്ടം. അങ്ങനെ നിങ്ങൾക്കിപ്പം എൻ്റെ മലയാളം കറക്റ്റ് അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ, സർക്കംഫറൻസ് ഒരു ബോഡിയുടെ. അപ്പം സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ ആണ്. മൂവ്സ് അറൌണ്ട് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ. അപ്പം നമ്മുടെ ഒരു ബോഡി കൺസിഡർ ചെയ്യുക, അത് സർക്കിളിന്റെ സർക്കംഫറൻസിൽ കൂടെ മൂവ് ചെയ്യുന്നതായിട്ട് പറയാം. അപ്പോൾ ഒരു പൂച്ചക്കുട്ടി ഉണ്ട്, ആ പൂച്ചക്കുട്ടി സർക്കിളിന്റെ സർക്കംഫറൻസിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദ പ്രൊജക്ഷൻ ഓഫ് ദിസ് cat on the diameter is m. അപ്പോൾ എന്താ, ഞാൻ പറയാണ്, ഈ ഒരു ഒബ്ജക്റ്റ്, എൻ്റെ ഈ ഒരു ബോഡി സർക്കിളിന് ചുറ്റുകൂടി ഇങ്ങനെ നടന്നപ്പോഴത്തേക്ക് അത് ഒരു സ്ഥലത്ത് നിന്നു. ആ സ്ഥലത്ത് നിന്ന് ഞാൻ അതിൻ്റെ ഡയമീറ്റർ, അതായത് സർക്കിളിൻ്റെ ഡയമീറ്ററിലേക്ക് അത് നിന്ന സ്ഥലത്തു നിന്ന് ഒരു വര വരച്ചു. ആ ഒരു പോയിന്റാണ് എം. അതിനെയാണ് എം എന്ന് പറയുന്നത്. വെൻ ദിസ് ബോഡി മൂവ്സ് അലോങ് RKCB, m moves from A to B. Similarly, when this body moves along arc BDA, m moves from B to A. അതിപ്പോൾ കാണിച്ചു തരാം.
ഓക്കെ വെൻ ദിസ് അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഫിഗർ എന്ന് പറയുന്നത് ഞാൻ മെൻഷൻ ചെയ്തേ. അപ്പൊ നോക്കിക്കോ, A to B ഇതാണ് നമ്മുടെ എന്താ പറയുന്നത് ഡയമീറ്റർ എന്ന് പറഞ്ഞ ഡയമീറ്റർ. അപ്പം ഇതാണ് ഞാൻ പൂച്ചക്കുട്ടി എന്നൊക്കെ പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ഞാൻ P ആയിട്ട് ഇവിടെ എടുക്കുകയാണ്. അപ്പൊ ഇതിങ്ങനെ സർക്കംഫറൻസ് കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ACB എന്ന് പറഞ്ഞ ഒരു ആർക്ക് എടുത്തു. അപ്പം എയിൽ നിന്ന് ഇതിങ്ങനെ പോയി ഇവിടെ എത്തി, ഈ പോയിന്റിൽ എത്തി. P ആന്ന് വിചാരിച്ചു, P നിന്ന് എത്തി. എന്നിട്ട് Pയിൽ നിന്ന് ഞാൻ താഴോട്ടൊരു ലൈൻ വരച്ചു. അതായത് പ്രൊജക്ഷൻ ആണ് പ്രൊജക്ഷൻ ആണ്. അപ്പൊ ആ പ്രൊജക്ഷനിൽ വന്നിട്ട് ഈ AB എന്ന് പറയുന്ന ഡയമീറ്ററിൽ വന്ന് മുട്ടി കോയിൻസൈഡ്. ആ ഒരു പോയിന്റിനാണ് M എന്ന് പറയുന്നത്. അപ്പം കണ്ടല്ലോ, ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഈ M. അപ്പം ഒരു കാര്യം ഓർത്തോണം, ACB എന്ന് പറഞ്ഞ ആക്കി കൂടെ പോകുമ്പോഴത്തേക്ക് ഈ M ഉണ്ടല്ലോ, അപ്പം ഈ ഒരാക്കി കൂടി ഇങ്ങനെ പോവാണ്. അപ്പോഴത്തേക്ക് എമ്മും ഇങ്ങനെ ഇതിലേക്കൂടി ഇങ്ങോട്ട് പോകും, എയിൽ നിന്ന് ബിയിലേക്ക് പോകും. ഇനി നമ്മുടെ ഈ P ഇതിലെ കൂടെ കറങ്ങി ഇവിടെ എത്തി, ഇനി താഴോട്ട് പോവാ, അതായത് BD എന്ന് പറയുന്ന ആക്കി കൂടെ പോവാ. അപ്പോഴത്തേക്ക് എന്തായിരിക്കും, M ഇവിടെ എത്തിക്കാണുമല്ലോ, ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി വരുമ്പോ M ഇവിടെ എത്തിക്കാണും. അവിടുന്ന് ഇതപ്പം ഇങ്ങനെ പോകും, ഇത് BD എന്ന് പറയുമ്പോഴത്തേക്ക് M ഇങ്ങോട്ട് പോകും. ഇത്രയുള്ള സംഭവം. അപ്പം ACB എന്ന് പറഞ്ഞ ആർക്കി കൂടെ പോകുമ്പോൾ M എങ്ങോട്ട് പോകും, എയിൽ നിന്ന് ബിയിലേക്ക് പോകും. BDA എന്ന് പറഞ്ഞ ആർക്കി കൂടെ പോകുമ്പോൾ M ലേക്ക് കൂടെ പോകും, ബിയിൽ നിന്ന് എയിലേക്ക്. ഇത്രയേ ഉള്ളൂ ആ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞേക്കുന്നത്. ബോഡി കൺസിഡർ ചെയ്യുക, സർക്കിളിന്റെ സർക്കംഫറൻസ് കൂടെ പോകുന്നു. പ്രൊജക്ഷൻ ഓഫ് ദാറ്റ് ബോഡി ഓഫ് ദ ഡയമീറ്റർ. അപ്പം ബോഡിയുടെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് M ആണ്, ഡയമീറ്ററിലോട്ടുള്ള പ്രൊജക്ഷൻ M ആണ്. വെൻ ദിസ് ബോഡി മൂവ്സ് അലോങ് ആർക്ക് ACB, M മൂവ്സ് ഫ്രം A to B. ACB എന്ന് പറഞ്ഞ ആർക്കി കൂടെ പോകുമ്പോൾ എവിടെ നിന്ന് എങ്ങോട്ട് പോകും, M എന്ന് പറയുന്ന സാധനം എയിൽ നിന്ന് ബിയിലേക്ക് പോകും പ്രൊജക്ഷൻ. സിമിലർലി വെൻ ദിസ് ബോഡി മൂവ്സ് ഫ്രം BDA, താഴത്തെ ആർക്കി കൂടെ പോകുമ്പോൾ M എങ്ങോട്ട് പോകും, ബിയിൽ നിന്ന് എയിലോട്ട് പോകും. It can be considered from that the acceleration of the point. ഇനി നമുക്ക് ഇത് it can be proved that the acceleration of point M is proper. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും എന്താ ആക്സലറേഷൻ ഓഫ് പോയിന്റ്, ഈ പോയിന്റ് M ന്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഇങ്ങനെ ഞാനിപ്പോ ബോഡി ഈ പൂച്ചക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുമ്പോഴും അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ ഇതാണ് ഇന്നത്തെ താരം. ഒരിക്കലും അല്ല, ഇന്നത്തെ നമ്മുടെ താരം എന്ന് പറയുന്നത് ഈ M ആണ്. ഇതിനെ കുറിച്ചാണ് ഫുൾ പറയുന്നത്. ഈ SHM എല്ലാം ഇതിനെ ഡിപ്പെൻഡ്. ഈ ബോഡി എന്ന് പറയുന്നത് ജസ്റ്റ് പ്രൊജക്ഷന്റെ, ആ ബോഡിയുടെ ഒരു പ്രൊജക്ഷൻ എന്ന് പറയുന്നതേ ഉള്ളൂ. ബോഡി ഇങ്ങനെ സർക്കിളിന് ചുറ്റും നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവിടെ നിന്നപ്പോൾ പ്രൊജക്ഷൻ ഉണ്ടായി, അതേ പറഞ്ഞു. പക്ഷെ SHM കാണിക്കുന്നത് ഈ M ആണ്, ഈ പ്രൊജക്ഷൻ ആണ്. അപ്പം ഈ പ്രൊജക്ഷൻ എമ്മിന്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ആക്സലറേഷൻ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ആയിരിക്കണം. അപ്പൊ എന്താ, ഈ എമ്മിന്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം ഓയിൽ നിന്നുള്ള ഡിസ്റ്റൻസുമായിട്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കണം. അതായത് എന്താ, എമ്മിന്റെ ഡിസ്റ്റൻസ് എന്ന് M എന്ന് പറയുന്നത്, എമ്മിന്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ സെന്റർ, സർക്കിളിന്റെ സെന്റർ ആണ്. ഇതൊരു ഫിക്സഡ് പോയിന്റ് ആയിട്ട് നമ്മൾ വെച്ചേക്കുവാണ്. അപ്പം ഈ ഓയുമായിട്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കണം അതിന്റെ എമ്മിന്റെ ആക്സലറേഷൻ, ഒന്നാമത്തെ പോയിന്റ്. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി, പ്രൂവ് ദാറ്റ് ദ ആക്സലറേഷൻ ഓഫ് പോയിന്റ് M, പോയിന്റ് എമ്മിന്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഡിസ്റ്റൻസ് ആയിട്ട് പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് ഇസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ഓയിലോട്ടാണ് ഡയറക്ട് ചെയ്തേക്കുന്നത്. സച്ച് എ മോഷൻ ഈസ് കോൾഡ് SHM. അപ്പം ഈ നമ്മുടെ M, ഈ ഒരു എന്താ പറയുന്നത്, ഈ M SHM കാണിക്കുന്നുണ്ട്. എമ്മിന്റെ മോഷനാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ നമുക്ക് പറയാം. പിന്നെ ഒരു കാര്യം ഓർക്കേണ്ട, O എന്ന് പറയുന്നത് മീൻ പൊസിഷൻ ആണ്. A ആൻഡ് B ആർ എക്സ്ട്രീം പൊസിഷൻസ്. ഇതുണ്ടോ, ഈ O ഇതൊന്ന് ഫിക്സഡ് പോയിന്റ്, ഇതാണ് മീൻ പൊസിഷൻ. പിന്നെ Aയും Bയും അത് രണ്ടുമാണ് എന്താ എക്സ്ട്രീം പൊസിഷൻസ്. ഇനി നമ്മൾ വിചാരിക്കുക ACD ആണ് ഡയമീറ്റർ എന്ന് വിചാരിച്ചോ, അപ്പം O ഫിക്സഡ്, അത് തന്നെ മെയിൻ പൊസിഷൻ, Cയും Dയും ആയിരിക്കും എക്സ്ട്രീം പൊസിഷൻ. ഇത്രയും കാര്യം ഓർക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഇതിലേക്ക് പോവാം. ടേംസ് യൂസ്ഡ് ഇൻ SHM. SHMന്റെ അകത്ത് യൂസ് ചെയ്യുന്ന ടേംസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്നാമത്തെ ടേമാണ് ആംപ്ലിറ്റ്യൂഡ്. ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ദ മെയിൻ പൊസിഷൻ ഇസ് നോൺ ആസ് ആംപ്ലിറ്റ്യൂഡ്. ഇതെന്ന് വെച്ചാൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ, ഒരു പാർട്ടിക്കിളിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് പറയുന്നത് ഫ്രം ദ മെയിൻ പൊസിഷൻ. അപ്പം മെയിൻ പൊസിഷൻ നമ്മൾ ഈ ഡയഗ്രത്തിന്റെ അത് കണ്ടല്ലോ, O എന്ന് പറഞ്ഞ ഈ മെയിൻ പൊസിഷനിൽ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിളിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. അപ്പം ഇവിടെ കണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ഡിസ്റ്റൻസ്. അപ്പം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ദ മെയിൻ പൊസിഷൻ എന്ന് പറയുമ്പോൾ
ഒരു സർക്കിളിൻ്റെ അകത്ത് ഉള്ള ഇതെന്ന് നോക്കുമ്പോൾ എന്താ റേഡിയസ് ആയിരിക്കും. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് എന്താ റേഡിയസ് ആയിരിക്കും. therefore നമുക്ക് പറയാം OA = OB = R. OA = OB = R. ഇതിന്റെ റേഡിയസ്, സർക്കിളിന്റെ റേഡിയസ്. ആംപ്ലിറ്റ്യൂഡ്. ഇനി ഓസിലേഷൻ. ഇറ്റ് ഈസ് ദ മോഷൻ ഓഫ് പ്രൊജക്ഷൻ ഓഫ് എ പാർട്ടിക്കിൾ എലോങ് ദ ഡയമീറ്റർ. ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ദ മോഷൻ ഓഫ് പ്രൊജക്ഷൻ ഓഫ് എ പാർട്ടിക്കിൾ. പ്രൊജക്ഷൻ ഓഫ് പാർട്ടിക്കിൾ എന്താ, ഈ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ M ആണ്. ഈ ആ പാർട്ടിക്കിളിന്റെ എലോങ് ദ ഡയമീറ്റർ. അപ്പം ഈ ഡയമീറ്റർ കൂടെ, ഇതിപ്പോൾ നമ്മുടെ ഡയമീറ്റർ AB ആണ്, AB കൂടെ ഉള്ള ഈ ഒരു പ്രൊജക്ഷൻ, ഈ എമ്മിന്റെ മോഷനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഓസിലേഷൻ എന്ന് പറയുന്നത്. One oscillation is said to be completed when M moves from A to B and then from B to A. ഒരു ഓസിലേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? എന്ന് വെച്ചാൽ എയിൽ നിന്ന് ബിയിൽ പോയി ബിയിൽ നിന്ന് എ വരും. ഈ പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ എമ്മും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എം ഇങ്ങോട്ട് പോയി പിന്നെ തിരിച്ചു വരും. അതിനെയാണ് ഒരു വൺ ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഈ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ, എം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും. പിന്നെ തിരിച്ച് ഈ പാർട്ടിക്കിൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് എം ഇവിടെ ആയിരിക്കും, എം ഇങ്ങോട്ട് മാറും. അത്രയേ ഉള്ളൂ സംഭവം. അപ്പം എന്താ, ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബി പോയി ബിയിൽ നിന്ന് എ വരിക. അത്രയേ ഉള്ളൂ വൺ ഓസിലേഷൻ. അപ്പം വീണ്ടും ഒരു ഓസിലേഷൻ കൊണ്ടുവരികയും ഇതിങ്ങനെ പോയി ഇങ്ങനെ വരും. അതിപ്പോൾ നമ്മൾ പറയുന്നതാണ് എന്താ, മോഷൻ ഓഫ് പ്രൊജക്ഷൻ ഓഫ് എ പാർട്ടിക്കിൾ. ഈ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ എം ഡയമീറ്ററിലൂടെ ഉള്ള മോഷൻ, അതിനെയാണ് ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെഡ് ടു ബി കംപ്ലീറ്റഡ് വെൻ M മൂവ്സ് ഫ്രം A to B and then from B to A. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് എയിൽ നിന്ന് ബി പോയി ബിയിൽ നിന്ന് എ വരുമ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ഇതാണ് പീരീഡ്. പീരീഡ് എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ TP. ഇനി ഒരു ഓസിലേഷൻ എടുക്കുന്ന ടൈം, എയിൽ നിന്ന് ബിയിൽ പോയി ബിയിൽ നിന്ന് എ വരെ എത്താനുള്ള സമയം, ആ ഒരു സമയത്തെയാണ് പീരീഡ് എന്ന് പറയുന്നത്, ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പം ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ, ഒരു ഓസിലേഷൻ ഉള്ള എടുക്കുന്ന സമയമാണ് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ. അത് ഡിനോട്ട് ചെയ്യുന്നത് TP എന്നായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമുക്കൊരു കുറച്ച് ഇക്വേഷൻസ് നോക്കാം. തീറ്റ = ωt. നമ്മളിപ്പോൾ നേരത്തെ തൊട്ട് പഠിക്കുന്ന ഒരു ഇതാണ്. തീറ്റ = ωt. വെൻ തീറ്റ = 2π ആണ് എങ്കിൽ തീറ്റ എന്ന് പറയുന്നത് 2π ആണ്. അപ്പം എന്താ, T = TP. T എന്ന് പറയുന്നത് പീരീഡ് ആയിട്ട് നമ്മൾ എടുക്കുമ്പം ദാറ്റ് ഈസ്, അപ്പം തീറ്റയ്ക്ക് വരെ 2π ഉണ്ട്, ടിക്ക് വരെ TP ഉണ്ട്. തീറ്റയ്ക്ക് വരെ അപ്പം എന്താ 2π ഇട്ട് കൊടുത്തു. ഒമേഗ അതുപോലെ തന്നെ എഴുതി, ടിക്ക് വരെ TP എന്ന് എഴുതി. ഒമേഗ × TP. 2π = ഒമേഗ × TP. therefore TP = 2π/ω എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയത്. നമുക്കൊരു ബോക്സിലെടുത്ത് വെക്കാം. ഇനി ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ യൂണിറ്റ് ഡേ. ഒരു യൂണിറ്റ് ടൈമിൻ്റെ അകത്ത് ഇപ്പം ഞാനൊരു 5 seconds 5 minutes അങ്ങനെ കൊടുക്കുവാണെങ്കിൽ എയിൽ നിന്ന് ബി പോയി ബിയിൽ നിന്ന് എ വരും ഒരു ഓസിലേഷനായി. അങ്ങനെ എത്ര തവണ ആ ഒരു സമയത്തിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി, അതിനെ വെച്ചിട്ടിരിക്കും ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പം നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ യൂണിറ്റ് ടൈം, അതാണ് ഫ്രീക്വൻസി. യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസീസ് ഇൻ സൈക്കിൾസ് പെർ സെക്കൻഡ്, CPS എന്ന് പറയും. ആൻഡ് ഓൾസോ നോൺ എസ്, നമ്മൾ നേരത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഹെഡ്സ് എന്നായിരിക്കും ഫ്രീക്വൻസിയുടെ യൂണിറ്റ് പറയുന്നത്. ഇനി പക്ഷെ നമുക്കിപ്പോൾ പ്രോബ്ലംസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസി CPS, സൈക്കിൾസ് പെർ സെക്കൻഡിലായിരിക്കും തരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫ്രീക്വൻസി നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ യൂണിറ്റ് ടൈം, യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി സൈക്കിൾസ് പെർ സെക്കൻഡ്. ഇനി TP എന്ന് പറയുന്നത് ടൈം പീരീഡ് = 2π/ω എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഇനി ഫ്രീക്വൻസിക്ക് F നമ്മൾ പണ്ട് തൊട്ടേ പറഞ്ഞതാണ്. ഫ്രീക്വൻസി = 1/ടൈം പീരീഡ്. അപ്പോൾ ഇവിടെ ടൈം പീരീഡ് TP ആണല്ലോ. അപ്പോൾ 1/ടൈം TP = എന്താ, ഇത് തിരിച്ചിടും. ഇത് TP = 2π/ω ആണെങ്കിൽ 1/TP എന്ന് പറയുമ്പോൾ ω/2π നേരെ തിരിച്ചിട്ടു. അപ്പോൾ ω/2π കിട്ടി. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു സംഭവം, ഇത്രയും ടേംസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി അടുത്തൊരു പോർഷനിലേക്ക് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് പോയിന്റ്. M എന്താണെന്ന് നമുക്കറിയാലോ, പാർട്ടിക്കിളിൻ്റെ പ്രൊജക്ഷൻ വന്ന് ഡിസ്റ്റൻസിൽ ഡയമീറ്ററിൽ ഉള്ള പോയിന്റ്, അതാണ് പോയിന്റ് M. അപ്പോൾ പോയിന്റ് എമ്മിൻ്റെ ആക്സിലറേഷനും വെലോസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് വേണ്ടത് എന്താ, ഡിസ്പ്ലേസ്മെൻറ്റ്. കാരണം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻ്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം എഴുതി, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് M ഫ്രം മെയിൻ പൊസിഷനിൽ നിന്നുള്ള എമ്മിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, അതിന് നമ്മൾ എന്താ പറയുക. അപ്പോൾ മെയിൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ O ആണ്. അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ
ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ OM എന്ന് പറയുന്നത് എന്താ, എക്സ് ഡിസ്റ്റൻസ്, എക്സ് എന്നാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം OM = x ആണ്. അപ്പോൾ അവിടുത്തെ വെലോസിറ്റി എന്ത് വരും, വെലോസിറ്റി ഓഫ് എമ്മിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് dx/dt. നമുക്ക് എന്താ വെലോസിറ്റിയുടെ ഇക്വേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്, ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, അതാണ് വെലോസിറ്റി പറഞ്ഞേക്കുന്നത്. ഇനി ഇതൊരു സർക്കിൾ ആയതുകൊണ്ട് തന്നെ എക്സ് എന്ന് പറയുന്നത് നമുക്ക് r cos θ എന്ന് കൊടുക്കാൻ പറ്റും. സർക്കിളിൻ്റെ ഇതിലുള്ള ഡയമീറ്റർ കൂടെ ആയതുകൊണ്ട് r cos θ എന്ന് കൊടുത്തു. ഇനി അപ്പം തീറ്റ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു, തീറ്റ എന്ന് പറഞ്ഞാൽ ωt എന്നാണെന്ന്. therefore r cos ωt എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ എന്താ, x = r cos ωt. therefore വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എക്സിന് പകരം ഈ r cos ωt എഴുതാമല്ലോ. അങ്ങനെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത് d/dt ഇൻറ്റു എക്സിന് പകരം r cos ωt എന്ന് പറഞ്ഞ് എഴുതി. r ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് വെളിയിലിടാം. r ഇൻറ്റു d/dt ഓഫ് cos ωt. cos ωtയുടെ ഡെറിവേറ്റീവ് എന്താ, -sin ωt. ഇനി ഇൻറ്റു ഇവിടെ ഒരു ഇതും കൂടെ ഉണ്ടല്ലോ, ഒമേഗ കൂടെ ഉണ്ടല്ലോ, അപ്പോൾ ഇൻറ്റു ഒമേഗ നമുക്ക് കിട്ടി -r ωsin ωt എന്ന് പറഞ്ഞ് കിട്ടുന്നു. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഒമേഗനെ വേണമെങ്കിൽ ഇങ്ങനെയും കൂടെ എഴുതാം, r ω = sin θ എന്ന് പറഞ്ഞ് എഴുതി. ഇനി ഈ ഒരു sin θയ്ക്ക് വരെ നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അതിന് വീണ്ടും നമ്മൾ ആ ഡയഗ്രം നോക്കണം ഫ്രണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഡയഗ്രം നോക്കി കഴിഞ്ഞാൽ PMO എന്ന് പറഞ്ഞ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. ദേ നോക്കാം, അവിടെയാണല്ലോ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഇരിക്കുന്നത്. ഞാൻ ആ ട്രയാങ്കിൾ ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് വരയ്ക്കാം. PMO അതിൻ്റെ ആംഗിളാണ് തീറ്റ. അപ്പം സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഇതാണ് ഹൈപ്പോട്ടനസ്. ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇവിടെ കാരണം റേഡിയസ്, ഈ റേഡിയസ് ആണ്. ഇവിടെ OM എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. OM എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, ഹൈപ്പോട്ടനസ് 6 ആണ്. അപ്പോൾ സൈൻ തീറ്റ = PM ബൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് 6 ആയിരിക്കും. therefore നമുക്ക് എന്ത് പറയാം, PM/6. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ലോയും കൂടെ അപ്ലൈ ചെയ്യണം, പൈതഗോറസ് തിയറം കൂടെ അപ്ലൈ ചെയ്യണം. പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് PMന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റും. പൈതഗോറസ്, അതായത് പൈതഗോറസ് തിയറം എന്താ പറയുന്നത്, ഹൈപ്പോട്ടനസ് സ്ക്വയർ = ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുന്നതാണ് പൈതഗോറസ് തിയറം. അപ്പോൾ എന്താ, r², ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം r² = ബേസ് എന്ന് പറഞ്ഞാൽ x² പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ PM². therefore PM² = r². ഇതിന് ഇപ്പോൾ തൊട്ടുകൊണ്ടു -x² എന്ന് കിട്ടി. ഓക്കെ, ഇനി PM = ഇത് PM² ആയിട്ടുള്ളൂ. PM = √r² - x². അപ്പോൾ നമുക്ക് PMന് സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടി, സൈൻ തീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടി. അത് നേരെ നമ്മുടെ ഇക്വേഷനിലോട്ട് കൊണ്ട് കൊടുക്കാം. അപ്പം നമുക്ക് സൈൻ തീറ്റ = -r ω, സൈൻ തീറ്റയ്ക്ക് വരെ PM/r എന്ന് പറഞ്ഞ് കിട്ടി. അപ്പം ആറും ക്യാൻസൽ ചെയ്യല്ലോ, -ω PM എന്ന് കിട്ടി. ഇനി PMന് വരെ നമ്മൾ എന്താ കണ്ടുപിടിച്ചേ, √r² - x². therefore -ω √r² - x². നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ കിട്ടിയിരിക്കുന്നു. വെലോസിറ്റി = നമുക്കൊരു ബോക്സിലാക്കി ഇത് വെക്കാം. ഇനി നിങ്ങൾ നോക്കിയാൽ ഈ നെഗറ്റീവ് സൈൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ബിക്കോസ് ദ ടൈം ഇൻക്രീസസ്. വെൻ ടൈം ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താ, എക്സ് കുറയും, ഡിസ്പ്ലേസ്മെന്റ് ഡിക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ വന്നേക്കുന്നത്. ടൈം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ. ഇനി നമുക്ക് ആക്സലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ എന്താ, a = വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പോൾ ആക്സലറേഷൻ എന്ന് പറഞ്ഞായിരിക്കും ചേഞ്ച് ഇൻ വെലോസിറ്റി, വെലോസിറ്റി ബൈ ടൈം. അപ്പോൾ dv/dt. വിക്ക് പകരം നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പോൾ ഇവിടെ നേരെ ചെയ്ത പോലെ തന്നെ വിക്ക് പകരം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു, -r ω sin ωt എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. d/dt ഇൻറ്റു v എന്ന് പറഞ്ഞാൽ -r ω sin ωt. v എന്ന് പറഞ്ഞാൽ അപ്പം എന്താ, -r ω sin ωt എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, -r ω കോൺസ്റ്റന്റ് ആണല്ലോ, വെളിയിലെടുത്തിട്ടു. ഇൻറ്റു d/dt ഓഫ് sin ωt ഇൻറ്റു cos ωt ഇൻറ്റു ω വരുമല്ലോ, എന്തായാലും വരും. അപ്പം ഇങ്ങനെ ഇതുവരെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് -r ω ഇൻറ്റു ω, അവിടെ ഒരു ω ഉണ്ട്, അപ്പോൾ ω² എന്ന് വന്ന് കിട്ടി. പിന്നെ cos ωt. ഇപ്പോൾ ഇത്രയും നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ωtന് തീറ്റയിൽ എഴുതാം. r ω² cos θ എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ cos θയ്ക്ക് പകരം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു.
ഓക്കെ, ഇനി കോസ് തീറ്റയ്ക്ക് വരെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണേ. വീണ്ടും സെയിം ട്രയാങ്കിളിലോട്ട് തിരിച്ചു വരികയാണ്. കോസ് തീറ്റ സൈൻ തീറ്റ നമ്മൾ കണ്ടുപിടിച്ച പോലെ തന്നെ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ് OM ബൈ OR. OM ബൈ OR. OM എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ എക്സ് ആണ്. OR എന്ന് OR അല്ല OP ആണ്. OM ബൈ OP. അപ്പം OPക്ക് പകരം R എന്ന് നമുക്ക് കൊടുക്കാം. അപ്പം എക്സ് ബൈ ആർ എന്ന് പറഞ്ഞ് കോസ് തീറ്റ കിട്ടി. നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. -r⍵² ഇൻറ്റു എന്താ എക്സ് ബൈ ആർ. ആറും ക്യാൻസൽ ആയപ്പോൾ -x⍵² എന്ന് പറഞ്ഞ് കിട്ടി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആക്സിലറേഷൻ. അപ്പോൾ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു -ω² എക്സ് എന്ന് പറഞ്ഞ് എഴുതാം. വെലോസിറ്റിയും കിട്ടി, ആക്സിലറേഷനും കിട്ടി. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളോട് പറയും വെലോസിറ്റി ഈസ് മെഷേർഡ് ഫ്രം ടൈം ഈസ് മെഷേർഡ് ഫ്രം മീൻ പൊസിഷൻ. മീൻ പൊസിഷൻ എന്താ? ഓയിൽ നിന്ന്. അപ്പോൾ മീൻ പൊസിഷനിൽ നിന്ന് ടൈം മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്കപ്പം എക്സിന് പകരം അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് r sin⍵t എന്ന് എടുക്കണം. ഓക്കെ ആണല്ലോ. അതായത് ടൈം മീൻ പൊസിഷനാന്ന് പറയുമ്പോൾ മീൻ പൊസിഷൻ എന്ന് പറയുമ്പോൾ O ആണല്ലോ. ഓയിൽ നിന്നാന്ന് പറയുമ്പോഴത്തേക്ക് r sin⍵t എടുക്കണം. ഇനി അപ്പം വേറെ എന്താ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ വെൻ ടൈം ഈസ് മെഷേർഡ് ഫ്രം എവിടുന്ന എക്സ്ട്രീം പൊസിഷൻസ് AB അവിടുന്ന് ടൈം മെഷർ ചെയ്യുവാണെങ്കിൽ ടൈം ഈസ് മെഷേർഡ് ഫ്രം എക്സ്ട്രീം പൊസിഷൻ Aയും Bയും അങ്ങനെ എക്സ്ട്രീം പൊസിഷനിൽ നാം മെഷർ ചെയ്യുന്നത് പറയുവാണെങ്കിൽ അപ്പോൾ എക്സ് എന്താ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് r cos⍵t എന്ന് പറഞ്ഞ് എടുക്കണം. r cos⍵t എന്ന് പറഞ്ഞ് എടുക്കണം. അപ്പോൾ x ഈസ് ഈക്വൽ ടു r cos⍵t വെൻ ടൈം ഈസ് മെഷേർഡ് ഫ്രം എക്സ്ട്രീം പൊസിഷൻസ്. ഇനി വെൻ x ഈസ് ഈക്വൽ ടു r sin⍵t വെൻ ടൈം മെഷേഴ്സ് ഫ്രം മീൻ പൊസിഷൻ O. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വേറെ പോയിന്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം വെലോസിറ്റി അറ്റ് മീൻ പൊസിഷൻ. മാക്സിമം വെലോസിറ്റി Vmax എന്ന് പറയുന്നത് എപ്പോഴാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം വെലോസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി അപ്പോൾ Vmax എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വെലോസിറ്റിയുടെ ഇക്വേഷൻ -ω√r² മൈനസ് x² ആണ്. എക്സ് 0 ആണെങ്കിൽ -ω√r² മൈനസ് 0. അപ്പം -ω√r² എന്ന് പറഞ്ഞാൽ r ആണ്. അപ്പം -ω/r. Vmax is equal to -ω/r എന്ന് പറഞ്ഞ് കിട്ടി. ഇനി അറ്റ് മീൻ പൊസിഷനിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇവിടെ മീൻ പൊസിഷനിൽ ആക്സിലറേഷൻ 0 ആയിരിക്കും. മാക്സിമം ആക്സിലറേഷൻ Amax എന്ന് പറയുകയാണെങ്കിൽ ആക്സിലറേഷൻ മാക്സിമം ആവുന്ന കേസിൽ എന്താ മാക്സിമം ആക്സിലറേഷൻ മീൻ പൊസിഷനിൽ ആക്സിലറേഷൻ 0 ആണ്. മാക്സിമം ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ അപ്പോൾ എവിടെയായിരിക്കും? എക്സ്ട്രീം പൊസിഷൻസ് എയും ബിയിലും എക്സ്ട്രീം പൊസിഷൻസ് ആയിട്ടുള്ള എയും ബിയിലും ആയിരിക്കും ആക്സിലറേഷൻ മാക്സിമം ആണ്. അവിടെ x ഈസ് ഈക്വൽ ടു r ആയിരിക്കും. കാരണം എന്താ എക്സ്ട്രീം പൊസിഷനിൽ ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസ് റേഡിയസ് ആണ്. അതുകൊണ്ടാണ് x ഈസ് ഈക്വൽ ടു r എന്ന് പറഞ്ഞ് എടുത്തേക്കുന്നത്. അപ്പം Amax ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താ -ω² x ആണ്. അപ്പം x ഈസ് ഈക്വൽ ടു r എന്ന് പറയുമ്പോൾ Amax ഈസ് ഈക്വൽ ടു -ω² r എന്ന് കിട്ടി. ഇതാണ് Amax. അപ്പോൾ Amaxും Vmaxും നമുക്ക് കിട്ടി. ഇനി അവിടുത്തെ എക്സ്ട്രീം പൊസിഷനിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ്ട്രീം പൊസിഷൻ എയും ബിയിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇത്രയും കാര്യം ഓർത്തിരിക്കുക. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനി എൻ്റെ വീഡിയോ ഈ ടീച്ചിങ് മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്ന് അഭിപ്രായങ്ങൾ പറയുക. പിന്നെ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഞാൻ പഠിപ്പിക്കുന്ന വേറെ പോർഷൻസ് വേണമെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.